ഷെയ്ഖ് ഹസീന രാജിവെച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വെളിയിലേക്ക് വരുന്നു. അത് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പാണ് ഷെയ്ഖ് ഹസീനയുടെ ഡ്രൈവറുടെ സമ്പാദ്യം വെളിയിലേക്ക് വന്നത്. ഒരു ഡ്രൈവറാണ്. ഏതാണ്ട് 451 കോടി രൂപയുടെ സ്വത്താണ് ഡ്രൈവർക്കുള്ളത്. അപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നു എന്നുള്ളൊരു പേരുദോഷം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയാണ് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തത്. നമ്മുടെ ബഹുമാനിയായ പരേതയായ നമ്മുടെ അന്ന് അത്രത്തോളം ശക്തിമത്തായിരുന്ന പ്രധാനമന്ത്രി ആയിരുന്ന നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ ഫീൽഡ് മാർഷൽ എന്നുള്ള പദവിയിലേക്ക് പോയിരിക്കുന്ന ജനറൽ മനേക്ഷ, അവരുടെ നേതൃത്വത്തിലാണ്. ജനറൽ മനേക്ഷയാണ് അവരെ വളരെ ബുദ്ധിപരമായിട്ട് പാകിസ്ഥാൻ ആർമിയെ അവിടുന്ന് തുടച്ചു മാറ്റി അവരെ കൊണ്ട് കീഴടങ്ങിപ്പിച്ചു എന്നുള്ളതാണ്. കീഴടങ്ങി അതിന് അവസാനം ബംഗ്ലാദേശിന് രൂപം കൊടുക്കുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയുടെ ഭാഗമെന്ന് പറയുന്നത് വളരെ വലിയ ഭാഗമാണ്. അതിൻ്റെ വൈരാഗ്യം പാകിസ്ഥാൻ എന്തും തീർന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമായിരുന്നു. അതിൽ വെസ്റ്റ് പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ പാകിസ്ഥാൻ. ആ വെസ്റ്റ് പാകിസ്ഥാന് ഇന്നും അതിൻ്റെ വൈരാഗ്യം തീർന്നിട്ടില്ല. ശത്രുത, ഏറ്റവും വലിയ ശത്രുത അത് തന്നെയാണ്. ബംഗ്ലാദേശിന് രൂപം കൊടുത്തു എന്നുള്ളതാണ്. അവിടുന്ന് പാകിസ്ഥാനെ തുടച്ചു മാറ്റി എന്നുള്ളതാണ് അവർക്ക് ഇന്ത്യയോടുള്ള ഏറ്റവും വലിയ ശത്രുതയിൽ ഒരെണ്ണം. അതാണ് ഏറ്റവും വലുത്, വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് മുജീബ് റഹ്മാൻ ആണ് വളരെ ശക്തനായ നേതാവായിട്ട് ഉയർന്നു വന്നു കലാപത്തിൽ. അദ്ദേഹമാണ് അവിടെ ആദ്യത്തെ പ്രധാനമന്ത്രി. പക്ഷേ അദ്ദേഹവും കുടുംബാംഗങ്ങളും എല്ലാം വളരെ താമസമില്ലാതെ കൊല്ലപ്പെടുകയായിരുന്നു. അപ്പം അന്ന് എന്തുകൊണ്ടാണ് ഈ കൊല്ലപ്പെട്ടതെന്ന് ആളുകൾ ചിന്തിച്ചു. കുറേ പേര് അന്ന് കുറച്ച് ബുദ്ധിജീവികളെങ്കിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടെ നമ്മുടെ ഇവിടെ നൊന്തവനാരുമില്ല, നേരെ മറിച്ച് അവിടെ നൊന്തവരുണ്ടെന്നാണ് പറഞ്ഞത്. അതാ കാര്യം, നൊന്തവരവിടെ ഉണ്ടെന്നുള്ളതാണ്. അന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു അരുവിന്നുണ്ടല്ലോ, വെള്ളം കോരി കുടിക്കാൻ വേറെ ഒരു മാർഗമില്ല. അവിടുത്തെ ഒരു സ്ത്രീ ഒരു കുഞ്ഞുമായിട്ട് പോയിട്ട് ഒരു അരുവിയിൽ നിന്ന് വെള്ളം കോരുകയാണ്. കൈകൊണ്ട് 2 കൈ കൊണ്ടും വെള്ളം കോരുകയാണ്. നോക്കിയപ്പോൾ എന്താണെന്നറിയോ, അതിനകത്ത് ഈ നമ്മുടെ തലമുടി, സ്ത്രീയുടെ തലമുടി, കാരണം ഈ തലയിലെ സ്കിന്നടക്കമുള്ള തലമുടിയാണ് കയ്യിൽ തടയുന്നത്. അത്രത്തോളം ആളുകൾ മരിച്ചു പോയതാണ്. അതാ ഒരു അരുവിയിൽ പോലും ഉള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയും ആളുകൾ മരിച്ചു വീണ സ്ഥലമാണ്. അവിടെ നൊന്തവരുണ്ടായതുകൊണ്ട് അവിടെ കലാപം ഉണ്ടായി, അധികാരം വേറെ പിടിച്ചെടുത്തു. പക്ഷെ പിടിച്ചെടുത്തെങ്കിലും ഈ രാജ്യങ്ങളുടെ പ്രത്യേകത എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെ അവിടുത്തെ സൈന്യമാണ് അവിടുത്തെ ഭരണം തീരുമാനിക്കുന്നത്. സൈന്യത്തിന്റെ പിൻബലമില്ലാതെ അവിടുത്തെ ഭരണം നടക്കത്തില്ല. കാരണം നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും അത് 3ആയിട്ട് വിഭജിക്കപ്പെട്ടു പോയതാണ്. ഇപ്പൊ അത് ഏകോപിപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായി. അതിന്റെ തലപ്പത്ത് ഒരാൾ വന്നെങ്കിൽ പോലും ഇവിടെയുള്ള ജനങ്ങളെന്ന് പറയുന്നവർക്കുണ്ടല്ലോ, ജനാധിപത്യ ബോധമുള്ളവരാണ്. ഇവിടുത്തെ ഈ മിലിറ്ററിയിലെ, നേവിയിലെ, എയർഫോഴ്സിലെയൊക്കെ ആളുകൾക്കും നമ്മുടെ സൈന്യത്തിലെ മുഴുവൻ ആളുകൾക്കും ജനാധിപത്യ ബോധമുള്ളവരാണ്. അവർ ഇങ്ങനെയുള്ള കാര്യത്തിന് നിൽക്കത്തില്ല. കാരണം ഈ രാജ്യത്ത് ജനാധിപത്യമാണ് വേണ്ടതെന്ന് അവർക്കറിയാം. നേരെ മറിച്ച് ഇവിടെയൊക്കെ ഇതൊന്നും അല്ല. അവിടെ മിലിറ്ററി പറയും, അവർ കേൾക്കും, അത്രയേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എടുത്ത് വെളിയിൽ കളയും. അപ്പൊ എത്ര ഒരു രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങൾ എത്ര രാജ്യങ്ങളിൽ ഇതുണ്ട്, ഇതേപോലെ സംഭവിക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. മ്യാൻമാർ, അവിടുത്തെ ഭരണം പോലും മിലിറ്ററി അല്ലേ, കയ്യിലല്ലേ എന്ന് പറയുന്ന പോലെ ഉള്ളു. അതുപോലാണ് ഇതുപോലെ പല രാജ്യങ്ങളിലും നടക്കുന്നത്. ഇപ്പൊ ഇവിടെ പാകിസ്ഥാനിൽ നിന്ന് ഇൻഫിൽട്രേഷൻ ഇവിടെയോട്ട് നടക്കുന്നു, കടന്നു കയറുന്നു. പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞാൽ പോലും അവിടെ നടക്കുകയില്ല. കാര്യം അവിടുത്തെ മിലിറ്ററി തീരുമാനിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് അവർ ചെയ്യും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ കാര്യം. അവർക്കൊന്നും ഇവരെ ചൊൽപ്പടി നിർത്താനുള്ള കഴിവില്ല. മാത്രമല്ല, ആ ബോധം ജനങ്ങളുടെ ആ രീതിയിലേ ഉള്ളൂ, അവബോധം. അതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അവർ രാജിവെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവറുടെ പേർക്ക് ഇത്ര അഴിമതി വരണമെങ്കിൽ, ആരോപണങ്ങൾ വേണമെങ്കിൽ അവിടെ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്ന ആളുകളുള്ളതാണ്. അവിടെ എല്ലാ നാനാജാതി മതസ്ഥരുള്ള സ്ഥലമാണ്. ഹിന്ദുക്കളൊക്കെ ഒരുപാട് പേരുണ്ട് അവിടെ. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 18% 20% അങ്ങോട്ട് ഹിന്ദുക്കളുള്ള സ്ഥലമാണ്, ബംഗ്ലാദേശ് രാജ്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഭരണം എന്നൊക്കെ പറയുന്ന ഈ രീതിയിൽ പോവുകയാണെങ്കിൽ, കുടുംബവാഴ്ചയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതും അഴിമതിയിലേക്ക് മുങ്ങിക്കുളിച്ചിങ്ങനെ പോവുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാവും.
അതിൻ്റെ ഒരു പരിണിതഫലമാണ് ഇവരെ നേരിടുന്നതൊക്കെ അവർ പറഞ്ഞു. പക്ഷേ മിലിറ്ററി അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞപ്പോൾ വേറെ മാർഗ്ഗമില്ല, രാജിവെച്ചു. ഇനി അവിടെ ഭരണം എങ്ങനെ പോവും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്.